നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷ്ടിച്ച പ്രതി പിടിയിലായത് അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് മീനാക്ഷിപുരത്തെ രതീഷ്. ബൈക്ക് മോഷണം നടന്നത് ഗണേശോത്സവ ദിവസം പോലീസ് കോമ്പൗണ്ടിൽ നിന്ന്. ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയുടെ ഓട്ടോ കത്തിനശിച്ചു. തീവച്ചത് CPM എന്ന് ചിത്രലേഖ. വർഷങ്ങളായി തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ CPM വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്നും ചിത്രലേഖ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം. സ്കൂളുകളിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. ആഴ്ചച്ചന്തയും പുഷ്പകൃഷി വിളവെടുപ്പും നടന്നു. വിദ്യാലയങ്ങൾ ഓണാവധിക്കായി അടച്ചു. വാർത്തകൾ വിശദമായി. പോലീസ് ക്ലബിൽ നിർത്തിയിട്ട കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ ബൈക്ക് മോഷ്ടിച്ച പ്രതി പിടിയിൽ. പോലീസ് ക്ലബിൽ നിർത്തിയിട്ട ബുള്ളറ്റാണ് ചൊവ്വാഴ്ച ഗണേശോത്സവ ദിവസം രാത്രി മോഷണം പോയത്. സംഭവത്തിൽ അന്തർ സംസ്ഥാന മോഷ്ടാവ് പാലക്കാട് മീനാക്ഷിപുരം സ്വദേശി രതീഷിനെയാണ് ഇരിക്കൂറിൽ നിന്നും ടൗൺ CI ബിനു മോഹൻ പിടികൂടിയത്. പോലീസ് കോമ്പൗണ്ടിൽ നിന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷണം പോയത് വലിയ പ്രാധാന്യത്തോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടത്. അതുകൊണ്ട് തന്നെ മോഷ്ടാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നുവെന്നും CI പറഞ്ഞു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് പോലീസ് കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കളവുപോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഗണേശ ഉത്സവ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടിക്ക് വന്ന് തിരിച്ചു പോകുന്ന അവസരത്തിലാണ് ബൈക്ക് നഷ്ടപ്പെട്ടത് അറിഞ്ഞത്. കണ്ണൂരിലെ ടൗൺ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് തന്നെയാണ് ഈ ബൈക്ക് കളവ് ചെയ്തത് എന്ന് മനസ്സിലായതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് തന്നെ പോലീസ് കോമ്പൗണ്ടിൽ നിന്ന് കളവുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് കണ്ണൂർ ടൗൺ പോലീസ് അതിന്റെ അന്വേഷണം ഏറ്റെടുത്തതും. തുടർന്ന് ഈ കണ്ണൂർ പട്ടണത്തിലെയും തലശ്ശേരി അതുപോലെ എല്ലാ ബോർഡർ കണ്ണൂർ ജില്ലയുടെ എല്ലാ ബോർഡർ വരുന്ന എല്ലാ സ്ഥലങ്ങളിലെയും CCTV ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് 48 മണിക്കൂറിനകം പോലീസിന് എത്താൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണത്തിന്റെ അവസരത്തിലാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇയാള് ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും കേരളം, കർണാടക അതുപോലെ തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളിലും നിലവിൽ കേസുകളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കേസാണ്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും നടന്ന ഒഫൻസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തി വരുന്നതാണ്. തമിഴ്നാട് സംസ്ഥാനത്ത് അവിനാശി പാളയം പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും ബാംഗ്ലൂരിൽ നിന്നും വാഹനം മോഷണം ചെയ്ത് മൈനാക്ഷിപുരത്തെത്തിയതിന് ഒരു കേസും നിലവിൽ ഉള്ളതായിരുന്നാണ് പോലീസ് മനസ്സിലാക്കുന്ന അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടുള്ള കേസാണ് ഇപ്പോൾ നമുക്ക് ഡിറ്റക്ട് ആവുന്നത്. ഇനിയുള്ള കേസുകൾ ഇദ്ദേഹം ചെയ്ത ഒഫൻസ് കണ്ടെത്താനുള്ള നടപടികളാണ് പോലീസ് നീക്കുന്നത്. കണ്ണൂർ പട്ടണത്തിൽ കഴിഞ്ഞ 8 മാസക്കാലം രജിസ്റ്റർ ചെയ്ത 1-2 കേസുകൾ ഒഴിച്ച് മുഴുവൻ കേസുകളിലും പോലീസ് ഡിറ്റക്ഷൻ ചെയ്യാൻ സാധിച്ചത് കണ്ണൂർ ടൗൺ പോലീസിന്റെ ഒരു മേന്മയായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. ഈ കേസിൽ യാതൊരുവിധ ക്ലൂവും ഇല്ലാത്ത അവസരത്തിലാണ് ഒരു അന്തർ സംസ്ഥാന മോഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് ഇയാളെ പിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസമായി ഇരിക്കൂറിൽ ബേക്കറി ജോലി ചെയ്തു വരികയാണ് രതീഷ്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കളവ്, കവർച്ച എന്നീ കേസുകളുണ്ട്. ഇതിന് ജയിലിലും കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ ഇതുവരെ കേസുണ്ടായിരുന്നില്ല. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നടന്ന വാഹന കവർച്ചാ കേസിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ച ഗണേശോത്സവ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി നോക്കിയപ്പോഴാണ് ബൈക്ക് കാണാതായത് അറിയുന്നത്. തുടർന്ന് പരിസരത്തൊക്കെ പരിശോധിച്ചിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ കത്തിനശിച്ചു. ചിത്രലേഖയുടെ ഓട്ടോയാണ് കത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഓട്ടോ കത്തിയതിന് പിന്നിൽ CPM ആണെന്ന് ചിത്രലേഖ ആരോപിച്ചു. ജാതി വിവേചനം സംബന്ധിച്ച് പരാതിയുമായി രംഗത്ത് വന്ന ചിത്രലേഖ വർഷങ്ങളായി CPMുമായി ഏറ്റുമുട്ടലിലാണ്. നേരത്തെ പയ്യന്നൂരിലായിരുന്നു ചിത്രലേഖയുടെ താമസം. അവിടെ നിന്നും ഓട്ടോ ഓടിക്കുന്നതിനിടെയാണ് ചിത്രലേഖയുടെ വാർത്ത ചർച്ചയാവുന്നത്. ഇതോടെ ദേശീയ തലത്തിലടക്കം ചർച്ചാ വിഷയമായി ചിത്രലേഖ മാറി. നേരത്തെ പയ്യന്നൂർ എരമംഗലത്ത് വെച്ച് ചിത്രലേഖയുടെ ഓട്ടോയ്ക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. എരമംഗലം ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് ഓട്ടോ ഓടിക്കുന്നതിന് CITU പ്രവർത്തകർ ഉപരോധം ഏർപ്പെടുത്തിയത് വിവാദമായിരുന്നു. ഇതിനെ തുടർന്നാണ് ചിത്രലേഖ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറിയത്. സംഭവത്തിന് പിന്നിൽ CPMകാരെന്ന് ചിത്രലേഖ പറയുന്നു. വളപട്ടണം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കാർഷിക വികസന ക്ഷേമ വകുപ്പിന് കീഴിൽ മുണ്ടേരി അഗ്രോ സർവീസ് സെന്റർ ഉൽപ്പന്നമായ മുണ്ടേരി അഗ്രോ റൈസിന്റെ വിപണനോദ്ഘാടനം കുടുക്കിമൊട്ടയിൽ വെച്ച് നടന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമീള ഉദ്ഘാടനം ചെയ്തു.
കഴിഞ്ഞ രണ്ടാം വിളക്കാലത്ത് തരിശായി കിടന്ന 5 ഏക്കറോളം പാടത്ത് മുണ്ടേരി പഞ്ചായത്തിലെയും കൃഷിഭവന്റെയും സഹകരണത്തോടുകൂടി ജൈവ രീതിയിൽ അഗ്രോ സർവീസ് സെന്റർ വിളയിച്ചെടുത്ത നെല്ല് അതിന്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി സംസ്കരിച്ച് പാക്ക് ചെയ്താണ് മുണ്ടേരി അഗ്രോ റൈസ് എന്ന പേരിൽ വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യ വിൽപ്പന മുണ്ടേരി ഗംഗാധരന് നൽകിക്കൊണ്ട് PK പ്രമീള നിർവഹിച്ചു. മുണ്ടേരി റൈസ് മുണ്ടേരി അഗ്രോ റൈസ് എന്ന പേരിൽ നമ്മളൊരു പുതിയൊരു പ്രൊജക്ട് തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും നല്ലൊരു സഹായത്തോടെ നമുക്ക് ഇത്തരമൊരു പ്രൊജക്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇനിയും ഒരുപാട് എന്താ പറയുക, നമ്മൾ ഒരു 3 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഇനിയും വിത്തിട്ടിട്ടുണ്ട്. നല്ലൊരു വിളവ് ലഭിക്കുമെന്നാണ് തോന്നുന്നത്. വാരം കടാങ്കോട് എന്ന സ്ഥലത്ത് നമ്മൾ 3 ഏക്കർ സ്ഥലത്ത് നെല്ല് പാകി അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും മഴ കിട്ടാതെ നമുക്ക് പ്രശ്നമാകും, എന്നാലും നമ്മളേറെ പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എല്ലാവരും സഹായങ്ങൾ വേണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ T. അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സീമ സഹദേവൻ, മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഗീത, ഗ്രാമപഞ്ചായത്ത് മെമ്പർ E. K. ചാന്ദിനി, K. വി. സതീശൻ, K. പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടേരി മണ്ഡലം കമ്മിറ്റി തോട്ടട അഭയനികേതനിലെ അന്തേവാസികൾക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകി. അഭയനികേതൻ ട്രഷറർ T. മുകുന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KSSPA മുണ്ടേരി മണ്ഡലം പ്രസിഡന്റ് PP സത്യവതി അധ്യക്ഷത വഹിച്ചു. EK ജനാർദ്ദനൻ, P. ചന്ദ്രൻ, C. രാമകൃഷ്ണൻ, T. സുരേഷൻ, NP പത്മജ, M. വിനോദൻ, KK ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. അഭയനികേതൻ മാനേജർ EK അശോകൻ നന്ദി പറഞ്ഞു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷ്ടിച്ച പ്രതി പിടിയിലായത് അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് മീനാക്ഷിപുരത്തെ രതീഷ്. ബൈക്ക് മോഷണം നടന്നത് ഗണേശോത്സവ ദിവസം പോലീസ് കോമ്പൗണ്ടിൽ നിന്ന്. ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയുടെ ഓട്ടോ കത്തിനശിച്ചു. തീവച്ചത് CPM എന്ന് ചിത്രലേഖ. വർഷങ്ങളായി തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ CPM വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്നും ചിത്രലേഖ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം. സ്കൂളുകളിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. ആഴ്ചച്ചന്തയും പുഷ്പകൃഷി വിളവെടുപ്പും നടന്നു. വിദ്യാലയങ്ങൾ ഓണാവധിക്കായി അടച്ചു. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം, 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടും. ഗോപു നന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ലുപോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. സുന്ദരി മാനേ
Irikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. ജയഭാരതം കലാകേന്ദ്രത്തിന്റെ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത നാടകാചാര്യൻ KM രാഘവൻ നമ്പ്യാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 67-68 കാലഘട്ടത്തിൽ ആരംഭിച്ചു. അതിനുശേഷം കുട്ടികളുടെ ഡാൻസ് ക്ലാസ്സിലൂടെ തുടങ്ങി, അതിലൂടെ നൃത്തനാടകങ്ങൾ, ബാലവിഭാഗത്തിൻ്റെ നൃത്തനാടകങ്ങൾ സംഘടിപ്പിച്ചു. അതിനുശേഷം മുതിർന്ന ആളുകൾക്ക് ചേർന്ന നൃത്തനാടകങ്ങൾ അവതരിപ്പിച്ചു. പിന്നീട് അതൊരു പ്രൊഫഷണൽ ടീമായിട്ട് കലാമണ്ഡലം പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 20 വർഷക്കാലം കേരളത്തിൽ അങ്ങോളം നിന്നുമാണ് കേരളത്തിലും വെളിയിലും ഒരുപാട് രീതികളിൽ പരിപാടി അവതരിപ്പിച്ച് മുഖ്യധാരണ പ്രശംസ നേടിയ ഒരു സ്ഥാപനമാണ് ജയഭാരതം. ഇന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള ഈ സംഗീതം അല്ലെങ്കിൽ ചിത്രകല, ഉപകരണ സംഗീതങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലും, അതായത് നാടകാഭിനയം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ ക്ലാസ്സുകൾ അടുത്ത മാസം വരെ ആരംഭിക്കുകയാണ്. അതിന് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ഇനി വേണമെങ്കിൽ ആരോഗ്യപരമായിട്ട് യോഗ പോലുള്ള ക്ലാസ്സുകളും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ സൗകര്യങ്ങളെല്ലാം ഇവിടെ കല്യാശ്ശേരി ഒരു തുടക്കയിൽ നിന്നാണ് ഈ സ്ഥാപനത്തിൽ എല്ലാം ലഭിക്കും. അതിന് എല്ലാവരുടെയും താല്പര്യത്തോട്ട് ഒരു പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വരണം. ജയഭാരതം കലാകേന്ദ്ര പ്രസിഡന്റ് TV കുട്ടികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പത്മനാഭൻ നമ്പ്യാർ, കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ P സ്വപ്നകുമാരി, പ്രശാന്ത് കൃഷ്ണൻ, കൂനത്തറ മോഹൻ, ബാലകൃഷ്ണൻ പാപ്പിനിശ്ശേരി, VP ധനഞ്ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്നന്നൂർ അഗ്രോയുടെ പുതിയ സംരംഭമായ നാളികേര സംഭരണ കേന്ദ്രം പാപ്പിനിശ്ശേരി കീച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാപ്പിനിശ്ശേരി കൃഷി ഓഫീസർ ആദർശ് നമ്പ്യാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നാളികേരയുടെ ആക്ടിവിറ്റിയിൽ നമ്മളൊരു 300 കർഷകരെ മൊബിലൈസ് ചെയ്ത് ആ 300 കർഷകരിൽ നിന്ന് നമ്മൾ 2000 രൂപയുടെ ഷെയർ വാങ്ങിച്ച് നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്ന് അതേ തതുല്യമായിട്ട് 2000 രൂപ ഇക്വിറ്റി ഗ്രാൻഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കർഷകൻ്റെ ഷെയർ വാല്യൂ 2000 അല്ല 4000 ആണ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 750ഓളം കർഷകർക്ക്, അതായത് ഇതിന് 2000 രൂപ കൊടുക്കുമ്പോൾ ഗവൺമെൻറ് സൈഡിൽ 2000 രൂപ ഇങ്ങോട്ട് ഒരു ഷെയറിലേക്ക് വെക്കുന്നതായിരിക്കും. അതായത് കർഷകൻ 2000 രൂപ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഷെയർ വാല്യൂ 2000 ആണെങ്കിൽ ഗവൺമെൻറ് 2000 തന്നുകൊണ്ട് നമുക്ക് 4000 ആക്കി തീർക്കുന്ന ഒരു ഇത്. അത് 750 പേർക്കാണുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ആൾക്കാരുടെ നമ്മൾ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കാര്യങ്ങളൊക്കെയാണ്. ആദ്യ ബിസിനസ് ഘട്ടം ആക്കിയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി ചെയർമാൻ പ്രസാദ് കുമാർ, ഡയറക്ടർമാരായ റീത്ത, ഷൈജു, പ്രകാശൻ, GT കൺസൾട്ടന്റ് കൈലാസ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടേരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 25 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഓണച്ചന്തയ്ക്ക് കുടുക്കിമുട്ട സെന്ററിൽ തുടക്കമായി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ ഉദ്ഘാടനം ചെയ്തു. വിഷമയമില്ലാത്ത പച്ചക്കറികൾ കർഷകരിൽ നിന്നും നേരിട്ട് സ്വീകരിച്ച് മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയാണ് ഓണച്ചന്തയുടെ ലക്ഷ്യം. നമുക്കറിയാം, ഇപ്പോൾ
കാർഷിക മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ കർഷകരെ സഹായിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ ഉപഭോക്താക്കൾക്ക്, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ചെറിയ വിലയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓണച്ചന്തകൾ എല്ലാ വർഷവും വ്യാപകമായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഈ വർഷവും ഓണാഘോഷ പരിപാടികളായാലും അതുപോലെ തന്നെ ഓണച്ചന്തകളായാലും എല്ലാ വിഭാഗം ജനങ്ങളെയും സഹായിക്കുന്ന രീതിയിൽ സമൃദ്ധമായ ഒരു ഓണം എന്നുള്ള രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ബാലന് നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എ സനിഷ ആദ്യ വിൽപ്പന നടത്തി. എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ, വാർഡ് മെമ്പർമാരായ ഇ കെ ചാന്ദിനി, വി കെ സനീഷ്, മുണ്ടേരി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി ആർ രവിന്ദാക്ഷൻ, CDS ചെയർപേഴ്സൺ കെ ഷമ്മി, എസ് മിനി തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടട വെസ്റ്റ് UP സ്കൂളിൽ PTA-യുടെയും മദർ PTA-യുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് കെ ലതീഷ് ഉദ്ഘാടനം ചെയ്തു. നാടു കാണാനെത്തിയ മാവേലിയായിരുന്നു കുട്ടികൾക്കേറെ കൗതുകമുണ്ടാക്കിയത്. അനുഗ്രഹം ചൊരിഞ്ഞു പ്രജകളെ കണ്ടു മാവേലി അങ്ങനെ നടന്നു നീങ്ങി. പിന്നീടെത്തിയ അമ്മമാരുടെ സംഘം അവതരിപ്പിച്ച കൈകൊട്ടിക്കളി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കണ്ടിരിക്കാനേറെ രസകരമായിരുന്നു. കുട്ടികൾ ഇഷ്ടത്തിനനുസരിച്ച് ഗാനങ്ങൾ ചുവടുവച്ചപ്പോൾ അവരുടേത് മാത്രമായ ആഘോഷമായി അത് മാറി. വാശിയേറിയ പൂക്കള മത്സരവും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. തൂശനിലയിട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പി ഓണസദ്യ കൂടിയുണ്ടതോടെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾക്ക് വിരാമമായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കണ്ണൂർ കോർപ്പറേഷൻ, എടക്കാട് കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്ത തോട്ടടയിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരിൽ നിന്നും 10% കൂടിയ നിരക്ക് നൽകി പച്ചക്കറികൾ സംഭരിച്ച് 30% കുറഞ്ഞ നിരക്കിലാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. ഇത് സാധാരണക്കാരന് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നാടൻ സാധനങ്ങൾ, നാടൻ പച്ചക്കറികളും അതുപോലെ തന്നെ ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറികളുമാണ് വിൽപ്പന നടത്തുന്നത്. ഇന്നിവിടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനീയനായ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ അവർകളാണ്. എല്ലാ കൗൺസിലർമാരും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കർഷകരിൽ നിന്നും 10% മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പൈസ കർഷകന് നൽകിക്കൊണ്ട് പച്ചക്കറികൾ സംഭരിക്കുകയും അതുപോലെ മാർക്കറ്റ് റേറ്റിനേക്കാൾ 30% കുറഞ്ഞ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. ഇങ്ങനെ 107ഓളം ഓണച്ചന്തകൾ കൃഷിവകുപ്പിന്റെ സ്റ്റാളുകളിൽ ഓരോ കൃഷിഭവനുകളായിട്ട് നടത്തപ്പെടുന്നുണ്ട്. നാടൻ പച്ചക്കറികൾ കൂടാതെ ഹോർട്ടികോർപ്പിൽ നിന്നും ശേഖരിക്കുന്ന പച്ചക്കറികളും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. കൂടാതെ സ്ക്വാഷ്, അച്ചാറുകൾ തുടങ്ങി ചെറുകിട യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളും ലഭിക്കും. കോർപ്പറേഷൻ കൌൺസിലർമാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കാളികളായി. തോട്ടട ഇന്ത്യൻ ഗ്യാസ് ഗോഡൌണിന് സമീപമുള്ള ചന്ത ഇന്നു മുതൽ 28 വരെ പ്രവർത്തിക്കും. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വിപുലമായ ഓണസദ്യയും ഓണപ്പൂക്കളവും ഒരുക്കിയിരുന്നു. സ്കൂളിലെ മുരളിമാഷ്, നിഷ ടീച്ചർ എന്നിവരുടെ ഗാനാലാപനം ഓണാഘോഷത്തിന് പൊലിമയേകി. ഓണാഘോഷങ്ങൾക്ക് ശേഷം ഓണാവധിക്കായി സ്കൂൾ അടച്ചു. കുടുക്കിമുട്ട ഗ്രാമീൺ ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടാനിശ്ശേരിയിൽ നടത്തിയ പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനുഷ പൂക്കൃഷിയുടെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി കെ സനീഷ് പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നടത്തി.
ആയിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓരോ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം തന്നെ ഉണ്ട്. അത് നമുക്കിപ്പോൾ സനേഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നമുക്ക് അന്യസംസ്ഥാനങ്ങളെ പൂവിനെ ആശ്രയിക്കാതെ എല്ലാം പൂക്കൃഷിയിലൊക്കെ സ്വയം പര്യാപ്തമായ ഒരു രീതിയിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. വാർഡ് മെമ്പർ വി കെ സനേഷ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് പ്രസിഡന്റ് വാഴയിൽ പ്രകാശൻ സ്വാഗതം പറഞ്ഞു. ക്ലബ് സെക്രട്ടറി പി ഉത്തമൻ മാസ്റ്റർ, ടി പി രഞ്ജൻ, എം പി ഉമ്മർ, അജിത ശ്രീനിവാസൻ, ടി സുധീർ കുമാർ, എം പ്രിയ, എം പി അബ്ദുൽ ഖാദർ, കെ മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. പുഴാതി രാമഗുരു UP സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ പ്രധാന അധ്യാപകനും അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൈകൊട്ടിക്കളിയും ഓണസദ്യയും ഉണ്ടായി. കുട്ടിപ്പുലികളും കുട്ടിമാവേലിയും എത്തിയതോടെ ഓണാഘോഷം ഒന്നുകൂടെ വിപുലമായി. പൂക്കളിരുത്തും പൂക്കളം തീർത്തും കുട്ടികൾ പൂമ്പാറ്റകളായി വിദ്യാലയമുറ്റത്ത് പാറി നടന്നു. ആഘോഷങ്ങൾക്ക് മിഴിവേകി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ കൈകൊട്ടിക്കളിയും അരങ്ങേറി. ആവേശം തെല്ലും ചോരാതെ ഉച്ചയ്ക്ക് ഓണസദ്യ കൂടി വിളമ്പിയതോടെ രാമഗുരു UP സ്കൂളിലെ കുട്ടികൾ ഓണത്തെ വിഭവ സമൃദ്ധമാക്കി. കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ പൂക്കളവും നവനീതം ഓഡിറ്റോറിയത്തിൽ സദ്യയും കലാമത്സരങ്ങളും അരങ്ങേറി. KV സുമേഷ് MLA, ജില്ലാ കലക്ടർ S ചന്ദ്രശേഖർ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി തുടങ്ങിയ വിവിധ സംഘടനാ പ്രതിനിധികളും കൌൺസിലർമാരും മാധ്യമപ്രവർത്തകരും ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ്, BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ്, KT സഹദുള്ള, KC മുഹമ്മദ് ഫൈസൽ, KP താഹിർ, MP മുഹമ്മദ് അലി, KP പ്രശാന്ത്, BK അഹമ്മദ്, ജ്യോതിലക്ഷ്മി, അബ്ദുൽ ബാഷിദ്, N അനിൽകുമാർ തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികൾ, മുൻ കൌൺസിലർമാരായ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, ഡെപ്യൂട്ടി മേയർ K ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK രാഗേഷ്, MP രാജേഷ്, അഡ്വക്കേറ്റ് CP ഇന്ദിര, സയ്യിദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർമാരായ മുസ്ലിഹ് മഠത്തിൽ, N സുകന്യ, N ഉഷ, VK ഷൈജു, PM ബാബുരാജ്, T സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മേയറുടെ നേതൃത്വത്തിലുള്ള കൌൺസിലർമാരും ജീവനക്കാരും തമ്മിലും വനിതാ കൌൺസിലർമാരും ജീവനക്കാരും തമ്മിലും വാശിയേറിയ കമ്പവലി മത്സരവും നടന്നു. ഇനി അറിയിപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷ്ടിച്ച പ്രതി പിടിയിലായത് അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് മീനാക്ഷിപുരത്തെ രതീഷ്. ബൈക്ക് മോഷണം നടന്നത് ഗണേശോത്സവ ദിവസം പോലീസ് കോമ്പൗണ്ടിൽ നിന്ന്. ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയുടെ ഓട്ടോ കത്തിനശിച്ചു. തീവച്ചത് CPM എന്ന് ചിത്രലേഖ. വർഷങ്ങളായി തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ CPM വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്നും ചിത്രലേഖ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം. സ്കൂളുകളിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. ആഴ്ചച്ചന്തയും പുഷ്പകൃഷി വിളവെടുപ്പും നടന്നു. വിദ്യാലയങ്ങൾ ഓണാവധിക്കായി അടച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.